Hello, good morning. Welcome to Learninome. നമ്മൾ ഈ ഒരു വീഡിയോയിൽ components and cables used in DTH system എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. DTH സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കോമ്പണന്റുകളും അവയുടെ ഫംഗ്ഷൻസും കേബിളുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് MCQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. What is the primary function of a DTH receiver? ഒരു DTH റിസീവറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? റിസീവർ ആണ് അല്ലെ. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് നോക്കൂ. ട്രാൻസ്മിറ്റിംഗ് സാറ്റലൈറ്റ് സിഗ്നൽസ്, റിസീവിംഗ് ആൻഡ് ഡീകോഡിംഗ് സാറ്റലൈറ്റ് സിഗ്നൽസ് ഫോർ വ്യൂവിംഗ് ഓൺ എ ടെലിവിഷൻ, ആംപ്ലിഫൈയിങ് ഓഡിയോ സിഗ്നൽസ് കണക്ടിംഗ് ടു ദ ഇന്റർനെറ്റ്. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റിസീവ് ചെയ്യാനാണ് അല്ലെ, സാറ്റലൈറ്റ് സിഗ്നൽസിനെ റിസീവ് ചെയ്യാനും ഡീകോഡ് ചെയ്ത് അതിനെ ആ ഒരു ടെലിവിഷനിലേക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DTH റിസീവർ യൂസ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു സിഗ്നലിനെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിസീവ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയുമാണ് ഈ ഒരു DTH റിസീവറിന്റെ ഫംഗ്ഷൻ. സോ ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What type of cable is commonly used to connect LNB to the DTH receiver? LNB നെ ഈ ഒരു DTH റിസീവറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് കേബിൾ ആണ്? ഇറ്റ് ഈസ് കൊയാക്സിയൽ കേബിൾ അല്ലെ. കൊയാക്സിയൽ കേബിൾ, അതായത് LNB യുടെ ആവശ്യം എന്താണ്? നമുക്ക് വരുന്ന ആ ഒരു ഹൈ ഫ്രീക്വൻസിനെ, ജിഗാഹെർട്സ് ടേമിലുള്ള ഫ്രീക്വൻസിനെ മെഗാഹെർട്സ് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് LNB യുടെ ഡ്യൂട്ടി. അപ്പൊ ആ ഒരു LNB നെ നമുക്ക് DTH ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്തിനാണ്? കൊയാക്സിയൽ കേബിൾ. അപ്പൊ ഈ ഒരു കൊയാക്സിയൽ കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് LNB ചെയ്യുന്നത്. ഓക്കെ, സോ കൊയാക്സിയൽ കേബിളുകളാണ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, which type of cable is used to carry high definition audio and video signals from DTH receiver to the TV? DTH റിസീവറിൽ നിന്നും ടിവിയിലേക്ക് ഒരു ഹൈ ഡെഫിനിഷൻ ഓഡിയോ ആൻഡ് വീഡിയോ സിഗ്നൽസുകളെ ക്യാരി ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേബിൾ ഏതാണ്? ഹൈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ HDMI കേബിൾ ആണ് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് കേബിൾസ് ആണ് നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What type of connector is used on a coaxial cable to ensure a secure and stable connection between LNB and DTH service? കൊയാക്സിയൽ കേബിളിന്റെ രണ്ട് എൻഡുകളിലും നമ്മൾ ഒരു ടൈപ്പ് ഓഫ് കണക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഒരു സെക്യൂർ ആയിട്ടുള്ള, ഒരു സ്റ്റേബിൾ, ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട്, LNBയും DTH റിസീവറുമായിട്ടൊക്കെ ഒരു റിലയബിൾ ആയിട്ടുള്ളതും സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് കണക്ടർ നമ്മൾ കൊയാക്സിയൽ കേബിളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് കണക്ടർ ആണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഓപ്ഷൻസിൽ നോക്കൂ. HDMI കണക്ടർ, RCA കണക്ടർ, F ടൈപ്പ് കണക്ടർ, USB കണക്ടർ. നമുക്കറിയാം ഇറ്റ് ഈസ് F ടൈപ്പ് കണക്ടർ ആണ്. ഓക്കെ, F ടൈപ്പ് കണക്ടർ ആണ് ഈ ഒരു കൊയാക്സിയൽ കേബിളിന്റെ രണ്ട് എൻഡുകളിലും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള, ഒരു റിലയബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which type of cable is used to connect the outdoor unit to the indoor unit in a DTH system? ഔട്ട്ഡോർ യൂണിറ്റിനെ ഇൻഡോർ യൂണിറ്റുമായി കണക്ട് ചെയ്യാനായിട്ട് DTH സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കേബിൾ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, കൊയാക്സിയൽ കേബിൾ ആണ്. ഓക്കെ, കൊയാക്സിയൽ കേബിൾ ആണ് നമ്മൾ ഈ ഒരു DTH സിസ്റ്റത്തിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കേബിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു DTH സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കേബിൾസ് ആൻഡ് കോമ്പണന്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.